ഹലോ ഗൈസ്, വെൽക്കം ടു സുഖല്ലേ എല്ലാവർക്കും. ഇവിടെ ഒരത്തം തേർഡ് ഇയേഴ്സിന്റെ അവിടെ പോയി ഇവിടെ ഇവിടെ എല്ലാരും ഇവിടെ പോവാൻ വേണ്ടി ട്രാക്ക് ആദ്യം എന്റെ ഫാൻസ് അത് ഹായ് ഇവിടെ മാർഗംകളിന്റെ ആ നടുവിലൊരാൾ ഓടുന്നില്ലേ, അത് ഇവിടെ ഒന്നും കൂടി പോയി ഇങ്ങനെ നോക്കണം. മാർഗംകളി ഇവിടെ എല്ലാരും ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? ഒരാൾ കിടക്കുക. പറയെന്താ ഓളൊന്ന് മക്രിയായിരുന്നു. എന്തൊക്കെ മക്രി പറ. ഒറ്റയ്ക്കോ? എന്താ? ഓ ഇതാ മാർഗംകളിന്റെ വേറെ ആള്, മാർഗംകളിന്റെ ആള്. അപ്പൊ നമുക്ക് പിന്നെ ഫോണിൽ തുടങ്ങും. അപ്പൊ നമ്മള് പോവാ ഫോണിൽ. ഇവിടെ എല്ലാരും ബിസിയാ. റിപ്പബ്ലിക് ഡേ പ്രിപ്പറേഷൻ ആണ്. ഞാനും ഉണ്ട് ഇതില്. എന്താണ് ഇഷ്ടേ? പ്രാക്ടീസിന് വിട്ടത് അവിടെ. ഗ്രൂപ്പ് സോങ്ങിന്റെ പ്രാക്ടീസ് ആണ്. പിന്നെ നമ്മളെ സോങ്ങിന്റെ വീഡിയോ അതുകൊണ്ടാ ഞാൻ കൂടിയ. ഞാൻ ഒയ്യാന്ന് പറഞ്ഞതാ, എനിക്ക് പാട്ടറിയില്ല. പക്ഷെ സീനിയർ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ടാ ഞാൻ പിന്നെ കൂടിയ. യൂണിഫോം ഇടണം. യൂണിഫോം അപ്പൊ പാട് ഞാൻ പാട്ട് പാട്. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീലം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി മുല്ലകുസുമിത ദ്രുമദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. അങ്ങനെ ഉണ്ടെന്നു ഗൈസ്, നിങ്ങൾ കമന്റിൽ പറയണം. അതന്നെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര ഭാഗ്യവരാണ്. നിങ്ങൾക്ക് ഒരു മുന്നേ കേൾക്കാൻ പറ്റി. അവിടെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ട് അങ്ങനെ ഡാൻസ് ഉണ്ട് എസ്റ്റീസിന്. പക്ഷെ എന്തെന്നാ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റില്ല. വ്ളോഗ് അവിടെ പോയിട്ട് നമ്മൾ അതന്നെ വേണ്ട ഡാൻസ്. ഋതുശങ്കറും ഏഴിമല പൂഞ്ചാലിയ ഗൈസ്. അയ്യോ ഒളി ക്യാമറ ഇട്ടോ ഗൈസ്. അപ്പൊ ദാട്ടോ ഗൈസ്, ഇനി SWS ആണ് കളിച്ചത്. SDs അവിടെ പാട്ട് സെറ്റ് ആക്കുന്നുണ്ട് ഗൈസ്. സീനിയേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ നോക്കിക്കുന്നത്. ഇന്ന് ലാസ്റ്റ് പരേഡാ. വന്ദേ മാതരം പാടിക്കൊണ്ടേ നിൽക്കാം. വന്ദേ മാതരം ഇവിടെ തട്ടോ കളിക്കാൻ തുടങ്ങി ഡാൻസ്. SWSന്റെ
മാറുങ്കളിന്റെ ആളെ കളിക്കുന്ന ഡാൻസ്. മതി, കഴിഞ്ഞു. ഇവിടെ അല്ലേ കോമ്പറ്റീഷൻ കേട്ടോ. ഇവര് ഇത് കൂടെ ഷോർട്ട് കട്ടിലൂടെ പോവും, നമ്മള് നേരെ വൈക്കൂടെ പോവും. അതന്നെ. അപ്പൊ ആരെ ഫസ്റ്റ് എത്തണം നോക്കാം. ഇവിടെ ആരെ ഫസ്റ്റ് എത്തുന്ന നോക്കാം. അതന്നെ, നമ്മളെത്താം. നമ്മൾ ഓടും, ഒരു നടക്കാം, നമ്മൾ ഓടാം. വേറെ ഷോർട്ട് കട്ട് എടുത്ത് ഇവിടെ കൊറേ ഷോർട്ട് കട്ട് ഇട്ടു. വേണ്ട നടന്നോട്. അതന്നെ, ഞങ്ങൾ റോട്ടിലെത്തി. അവിടെ ഇറങ്ങിണ്ടാവും. ഇവിടെ ദശിപ്പ കുറച്ച് ഓടിയപ്പോ തന്നെ ക്ഷീണിച്ചു. എന്താണ് ഇഷ്പേ ഓരോ അവിടുന്ന് ആർക്കണേ. ഓരോ ഫസ്റ്റ് റോട്ടിലെത്തണെന്നുള്ളതിലാ കാര്യം, അല്ലാതെ അതന്നെ ഞങ്ങളെ ഫസ്റ്റ് റോട്ടും എത്തിയേ. ഞങ്ങള് ഫസ്റ്റ് റോഡുമ്പോ എത്തിയേ. അതന്നെ നമ്മളെ ജയിച്ചത്, നമ്മളെ മനസ്സിലായി ജയിച്ചിട്ട് എന്തായാലും ഞങ്ങളാ ഫസ്റ്റ് റോട്ടുമ്പോ കാലിച്ച് പലതും പറയാം, അതൊന്നും നമ്മള് വില. നമ്മൾ ജയിച്ചു. നമുക്ക് നമ്മളതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതന്നെ, കണ്ടോ ഇപ്പോഴും ആ ഗ്രൗണ്ട് പോയിട്ടില്ല. അതന്നെ, ബ്ലഡിലാ. ഫസ്റ്റ് ഇയേഴ്സ്. ഹായ്, ഞാനിവരെ കൈറ്റ് കമ്പനി അല്ലേ. നല്ല ഫസ്റ്റ് ഇയേഴ്സ്. നിങ്ങൾ വരുന്നില്ലല്ലോ. ഇതാ മൈ ബഡി. ഇതാട്ടോ ബദാം പെറുക്കുക പൊട്ടിക്കാൻ വേണ്ടിട്ട്. നമുക്കും പെറുക്കാം. ഇവിടെ വലിയൊരു കല്ല്, കല്ലും കിട്ടി. ഇവിടെ ബാഗ് വെച്ച് ഇല്ല കേട്ടോ. ഇവിടെ എല്ലാരും പൊട്ടിക്കുന്ന. ഞാൻ ബാഗിൽ വെച്ചിരുന്നു. ചമ്മന്തി ആയല്ലോ. ഓടക്കാട്ടി വലിയ കല്ല മോളത്. ഞാനുണ്ടെന്നാ അതന്നെ വീട്ടിന്നുണ്ടെന്നാ. എനിക്ക് പൊട്ടിച്ചരി. ഞാൻ പൊട്ടിക്കട്ടെ വേഗം. ഞാൻ വേഗം പൊട്ടിച്ച് വയ്ക്കട്ടെ കേട്ടോ. എല്ലാരും മതിയാക്കി പോയത്തേക്ക് ഇനിയും കഴിക്കണം. എങ്ങനെയൊക്കെയോ പൊളിക്കുന്നുണ്ട് ചാല. എങ്ങനെ വിദഗ്ധമായി ബദാം പൊളിക്കാം. മാങ്ങണ്ട് കഴിച്ചു. ഇവിടെ ആ മാവുമ്പോ നിറച്ച് മാങ്ങ. എല്ലാരും കല്ലറിണ്ട്. അതാ ആ മാവ് ഉണ്ടോ ഇപ്പൊ നിറച്ച് മാങ്ങിയ. ആദിത്യ പറഞ്ഞോട് ഐഡിയ വർക്കാവുന്നില്ല. സാധനം അല്ലെങ്കിൽ ബെൻഡോ അല്ലെങ്കിൽ എന്നെ ഞങ്ങള് ചമ്മന്തി ആക്കോ. ഓരോ ഭ്രാന്തന്മാര്. ശരിക്കും അങ്ങനെ പൊളിക്കുക ആണ്. അങ്ങനെ പൊളിച്ചാൽ നിനക്ക് കിട്ടും. നേരക്ക് ഇത് പോവാ. എടാ ഇതുകൊണ്ട് അടിക്കടാ. കയ്യടിയും വട്ടുപിടിച്ച അതിനോട് സംസാരിക്കണേ. സാരില്ല ഞാൻ എനിക്ക് മാറിനല്ലോ.
അതന്നെ ഈ എന്നെ ടച്ച് ചെയ്ത അതിന് ഇഷ്ടായില്ല. അങ്ങനെ തന്നെയാ, ബാക്കിയൊക്കെ ഉണ്ട്. ആട്ടോ കൊറേ മാങ്ങണ്ട്. ആദ്യത്തെ അനക്ക് കല്ലറി അറിയോ? മാങ്ങ കാറുണ്ടാവും, അത് കുറച്ച് മെനക്കെടാ. ഇണ്ടോണ്ടായിട്ടുണ്ട്. മുകളില് പഴുത്തുണ്ട്. അത് അയനിച്ചക്ക. അത് മാങ്ങല്ല പോത്തത്. ഇത് പച്ച മാങ്ങ കണ്ടോ? പച്ച മാങ്ങ. മറ്റേത് അയനിച്ചക്ക. അയനിക്കായ എന്നൊക്കെ പറയും. ഇത് നോക്ക, അതിന്റെ ഇത് കഴിക്കുന്നതാ അയനിച്ചക്ക. അതിനുള്ളിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കുരു ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. ചക്ക പോലെ ഉണ്ടാവും, പക്ഷെ ഒരു മിനി ചക്ക. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ കോളേജ് വിട്ട് വീട്ടിലെത്താനായിട്ടോ. ഞാൻ സാധാരണ അമ്മനെ എന്നും വിളിക്കല്ലോ കേട്ടോ, സൂപ്പർ മാർക്കറ്റിന് എന്തെങ്കിലും വേണോ ചോദിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഞാൻ ഇന്നും വിളിച്ചേ. അപ്പം അമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തും, എന്നിട്ട് അമ്മേനോട് ചോദിക്കാം എന്താ സർപ്രൈസ് എന്ന്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാനിപ്പോൾ പറയില്ല. നമുക്ക് അവിടുന്ന് ഒപ്പരം കാണാം. എൻ്റെ സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ള. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ, നല്ലൊരു സന്തോഷം. ഞാനെന്തായാലും കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ടോ, അമ്മ ഒറ്റയ്ക്ക് ഉള്ളിവട ചായ. അപ്പം എന്താ, എവിടെ സർപ്രൈസ്? എവിടെ വന്നോ? ഇതാ അവരെല്ലാരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ. അച്ഛൻ പറയുന്ന കേട്ടോ, ഫസ്റ്റ് പൈസ ചോദിക്കുക എന്നിട്ട് കൊടുത്താൽ മതിന്ന്. എന്താണ് നിങ്ങളിങ്ങനെ? അച്ഛൻ ഒറ്റയ്ക്ക് എല്ലാരും ചായ കുടിക്കാം. കൊണ്ടമ്മ ആ കണ്ടില്ലേ, ഞാൻ വന്നപ്പോ കരണ്ടും വന്ന് കണ്ടില്ലേ? ഡാൻസ് അവിടെ കൊണ്ടാ എന്താ കയ്യില് കിട്ടായിട്ടൊരു ഞാൻ വെച്ചില്ല, അച്ഛൻ വെച്ചില്ല. കൊണ്ടാ കുറച്ച് നല്ല വിളിക്കാം. ഗൂഗിൾ ആഡ്സൺ പിന്നാണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടമ്മ? സന്തോഷായില്ലേ? ഞാൻ നല്ല ശരിക്കും പാകലല്ല, സന്തോഷായി. കുറച്ചേ കിട്ടിയാലോ, നല്ല ആയാലോ തോന്നിയായാലോ കുറച്ചായാലോ കുഴപ്പമില്ല, സന്തോഷം. അപ്പൊ അവരെ നമ്മളെ വീഡിയോസ് കാണുന്ന ഓരോ കാരണം കൊണ്ടല്ലേ ഞമ്മക്ക് കിട്ടിയത്. അപ്പൊ ഓരോട് താങ്ക്സ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അല്ലേ, ഓര് കാണുന്നുണ്ടല്ലേ ഞമ്മക്ക് ഇപ്പൊ ഇത് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മള് വീഡിയോ ഇട്ട് ഓര് കണ്ടില്ലെങ്കിൽ ഇത് കിട്ടൂലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് കർലാസ് തന്നെ ചേച്ചി വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മോളൊക്കെ യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്യാനും പോയാ എന്താ ബ്ലോക്കാന്. അപ്പൊ ഞാൻ പറഞ്ഞുണ്ടോ അതാ ബ്ലോക്കാന്. അപ്പൊ ഞാൻ എന്നാ ചെയ്യാ, നാളെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇത് കാരണം ഒരു ഇലക്ഷൻ പറയാല്ലേ ചേച്ചിമാർ എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാ സൂപ്പർ. താങ്ക് യു. അതാട്ടെ ഗൈസ്, ഇത് ഞാൻ ഇനി നാളെ പൂജ ചെയ്യും അല്ലമ്മ, എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുള്ളൂ. പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ മുന്നേ ഓപ്പൺ ആക്കൂല കേട്ടോ. അപ്പം എന്തായാലും ഇത് ഞാനിതിപ്പോൾ വെച്ചിട്ട് ചായ കുടിക്കാനില്ലെങ്കിൽ ചായ തീരും, തണുത്തോ. എന്നിട്ട് പോയി മേലേക്കും. ഗൈസ്, ഞാനില്ലേ ഉറങ്ങിയിട്ടാണ് എണീക്കുന്നപ്പോൾ. സംഭവം ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, തലവേദന ഇറക്കുന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങി. എന്നിട്ട് 9:00 എണീക്കുന്നത്. ഇപ്പോൾ 9:00 ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡ് കഴിക്കില്ലെന്ന്. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ തന്നെ വീട്ടിൽ എന്തൊക്കെയോ കഴിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് വിശക്കില്ല. അതുകൊണ്ട് ഇന്ന് എന്താ കിച്ചടിയായിട്ടുണ്ടാക്കിയേ. അങ്ങനെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഗൈസ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ന് എനിക്ക് ആ ഗൂഗിൾ ആഡ്സിൻ്റെ അടുത്ത് വന്നത്. പിന്നെ പാരൻസൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ താങ്ക് യു
സോ മച്ച്. നിങ്ങൾ ഇതേമാതിരി കൂടെ ഉണ്ടാവണം. ഞാനും ഇതേമാതിരി തന്നെ എന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഇടയ്ക്കൊക്കെ നിൽക്കും. അത് അധികം എമർജൻസി എന്തെങ്കിലും വന്നാൽ അപ്പം ചിലപ്പോൾ നിൽക്കും വീഡിയോ. അല്ലാതെ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യും വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതേമാതിരി എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ ബൈ.